ನೀನೇನೋ ಹೇಳ್ಬೇಕಾ? ನಾನು ನಿಜವಾಗ್ಲೂ ಹೇಳ್ತೀನಿ, ಈ ಮಗು ನಂದೆ. ಇವರನ್ನ ಬಿಟ್ಟು ಬೇರೆ ಯಾರ ಜೊತೆಯಲ್ಲಿ ತಪ್ಪು ಮಾಡಲಿಲ್ಲ. அவன் கேக்குறது நியாயம் தானம்மா. நீயும் கருப்பு அவனும் கருப்பு. குழந்தை எப்படி சிவப்பா பிறந்தது? കുറുപ്പേ, തനിക്കെന്ത് തോന്നുന്നു? ഗാന്ധാരിയമ്മ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. തീരുമാനം ഞാൻ പറയാം. ചിന്നമ്മ പറയുന്നത് നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരുവന്റെ കുട്ടിയെ കെട്ടിയവന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ച് പിഴച്ചു പെറ്റ ഇവളെ തലമുണ്ടനം ചെയ്ത് പുള്ളി കുത്തി മുക്കാലിൽ കെട്ടി തല്ലി കഴുതപ്പുറത്ത് കയറ്റി നാട്ടിലൂടെ നടത്തണമെന്നാണ് നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം. ತಪ್ಪು ಮಾಡಲಿಲ್ಲ ನೋಡ್ರಿ, ಇದು ಸಂಬಂಧ ಯಾರಾದ್ರೂ ಹೇಳ್ಬೇಕಾ? ಆರ್ಕೆಂಗಿലും ಎದುರ್ಕೊಂಡೋ? ಎದುರುಂಡ. ಇದೇ ನಿಜ ಏನೊಂದು ಗೊತ್ತಿಲ್ಲದೆ ಈ നിരപരാധി ഒടുകിനി ദണ്ഡിസബാരത്. കുറ്റം തെളിയിക്കപ്പെടാതെ ശിക്ഷിക്കാൻ പാടില്ല. ഇവിടെ നാട്ടുകൂട്ടം കൂടിയിരിക്കുന്നതേ കറുത്ത കിട്ടപ്പയ്ക്കും കറുത്ത ചിന്നമ്മയ്ക്കും വെളുത്ത കുഞ്ഞ് എങ്ങനെ ഉണ്ടായെന്ന് തീരുമാനിക്കാനാ. ചിന്നമ്മ തെറ്റുകാരിയാണെന്നുള്ള ഗാന്ധാരിയമ്മയുടെ തീരുമാനം ശരി തന്നെയാ. അല്ലം തെളിയിക്കാൻ നിനക്കൊണ്ട് സാധിക്കുമോ? തെളിയിച്ചാൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നാളെ മുതൽ ശ്രീകൃഷ്ണൻ ഇരിക്കാം. ഇല്ലെങ്കിൽ മൊട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി പുള്ളി കുത്തുന്നത് നിങ്ങളെ ആയിരിക്കും. സമ്മതമാണോ? സമ്മതമാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ചിന്നമ്മൂനെ അറിയുന്ന കിട്ടപ്പയ്ക്ക് അറിയത്തില്ല അവക്ക് ഇവിടെ ഏതെങ്കിലും പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഉണ്ടോ? ഈ കൊച്ചു ഗ്രാമത്തിൽ ചിന്നമ്മു എന്ന പെണ്ണിനെ കുറിച്ച് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഉണ്ടോ? പിന്നെ കറുപ്പും കൂടി ചേർന്ന വെളുപ്പാകത്തില്ല എന്നുള്ള ന്യായത്തിന്റെ പേരിലാണല്ലോ ഇവളെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ ആ പുളുന്താൻ ന്യായത്തിന്റെ പേരിൽ ഇവളെ തെറ്റുകാരിയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവന് ഞാൻ ചുരുട്ടിക്കൊടുത്ത വെറ്റിലയുടെ നിറം എന്തായിരുന്നു? പച്ച അല്ലേ? അതിന് ഞാൻ തേച്ച ചുണ്ണാമ്പിന്റെ നിറം വെള്ള. ഇവൻ ചവച്ചു തുപ്പുന്നത് രണ്ടിൽ ഏതെങ്കിലും ഒരു നിറമല്ലെങ്കിൽ അടിച്ചിവന്റെ കരളക്കുറ്റിയെ പൊട്ടും. തുപ്പടാ, തുപ്പ. ഇടോ, കുഞ്ഞുങ്ങൾ വെളുത്തെന്നും കറുത്തെന്നും ഒക്കെ ഇരിക്കും. വല്ലോരും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കാന്ന് പറഞ്ഞാൽ പോയ കൊച്ചെടുത്തു വീട്ടിൽ പോ. ചെല ನನ್ನ ಮಾನ ಕಾಪಾಡಿದೆ ಅಯ್ಯ. കഴുതപ്പുറത്ത് കയറണോ അതോ അവിടെ കയറിയിരിക്കണോ ഒന്നും പറഞ്ഞില്ല. നാട്ടുകൂട്ടം കൽപ്പിക്കാനുള്ള സ്ഥാനം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ അത് ശ്രീകൃഷ്ണനാവാം.